ജെഇഇ മെയിൻ സെഷൻ 2 അപേക്ഷ 2 വരെ. ജെഇഇ മെയിൻ 2024 രണ്ടാം സെഷനിലേക്ക് jeimein.nta.ac.in വഴി മാർച്ച് 2 രാത്രി 11 മണി വരെ അപേക്ഷിക്കാം. ഫീസ് 2 രാത്രി 11:50 വരെ അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ജെഇഇ മെയിൻ പരീക്ഷ ഏപ്രിൽ 4-നും 15-നും ഇടയിലാണ് രണ്ടാം ഘട്ടം നടക്കുന്നത്. ജെഇഇ മെയിൻ രണ്ടാം സെഷൻ പരീക്ഷ ഏപ്രിൽ 4-നും 15-നും ഇടയ്ക്ക് നടത്തപ്പെടും. പരീക്ഷാ കേന്ദ്രങ്ങളെ പറ്റിയുള്ള മുൻകൂർ അറിയിപ്പ്, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിംഗ്, ഫലപ്രഖ്യാപനം എന്നിവയുമായി ബന്ധപ്പെട്ട തീയതികൾ, വിജ്ഞാപനങ്ങൾ എന്നിവ ജെഇഇ മെയിൻ 2024 പോർട്ടലിൽ യഥാക്രമം പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രവേശന സ്ഥാപനങ്ങൾ, അതായത് ഏതൊക്കെ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജെഇഇ മെയിൻ എഴുതുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി IITകൾ, കേന്ദ്ര സഹായത്താൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക സ്ഥാപനങ്ങൾ CFTI, ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാർ ഫണ്ടിംഗ് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ, സർവകലാശാല എന്നിവയിലെ വിവിധ ബിരുദതല എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ, പ്ലാനിംഗ് പ്രോഗ്രാമുകളിലെ പ്രവേശനമാണ് മുഖ്യമായും ഈ പരീക്ഷയുടെ പരിധിയിൽ വരുന്നത്. അതായത് NIT, IIT ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതിനു പുറമെ മറ്റ് ഇതുമായി ജോയിൻറ്റ് ജെഇഇ മെയിൻ ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ നടത്തുന്ന മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങളും ഉണ്ട്. അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ജെഇഇ മെയിനും അതിനുശേഷമുള്ള ജെഇഇ അഡ്വാൻസ്ഡും. ഈ പരീക്ഷയുടെ പരിധിയിൽ വരുന്നത് കോഴിക്കോട് NIT, കോട്ടയം, അതായത് കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് NIT, അതേപോലെ തന്നെ കോട്ടയം IIIT എന്നിവയാണ് ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന നമ്മുടെ കേരള സംസ്ഥാനത്തിലെ സ്ഥാപനങ്ങൾ. അതായത് NITയിലേക്കും IITകളിലേക്കും, അതുപോലെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും അതുപോലെ കേന്ദ്ര സ്ഥാപനങ്ങളും ഉണ്ട്. ഈ അഡ്വാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITയിലെ എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ ബിരുദ പ്രോഗ്രാമുകളുടെ പ്രവേശന പരീക്ഷയായ ജെഇഇ അഡ്വാൻസ്ഡ് അഭിമുഖീകരിക്കാൻ അർഹത നേടുന്നവരെ കണ്ടെത്തുന്ന പരീക്ഷ കൂടിയാണ് ജെഇഇ മെയിൻ പേപ്പർ 1. 2024 പ്രവേശന പ്രക്രിയയിൽ ജെഇഇ മെയിനിലെ ഈ പേപ്പറിൽ വിവിധ കാറ്റഗറിയിൽ നിന്നും മുന്നിലെത്തുന്ന 2,50,000 പേർക്കാണ് ജെഇഇ അഡ്വാൻസ്ഡിൽ രജിസ്റ്റർ ചെയ്ത് അഭിമുഖീകരിക്കാനുള്ള അർഹത ലഭിക്കുക. കേരളത്തിൽ പാലക്കാട് IIT പ്രവേശനം അഡ്വാൻസ്ഡ് റാങ്ക് പരിഗണിച്ചാണ്. അതിനാൽ ജെഇഇ അഡ്വാൻസ്ഡ് അഭിമുഖീകരിക്കാൻ താല്പര്യമുള്ളവർ ജെഇഇ മെയിൻ പേപ്പർ 1 നിർബന്ധമായും അഭിമുഖീകരിച്ച് യോഗ്യത നേടേണ്ടതാണ്. അതായത് ടോപ്പിലെത്തുന്ന 2,50,000 പേരെയാണ് അഡ്വാൻസ്ഡിലേക്ക് സെലക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാലക്കാടുള്ള IIT പ്രവേശനം നൽകുന്നത് ജെഇഇ അഡ്വാൻസ്ഡിനെ ബേസ് ചെയ്തിട്ടാണ്. മാത്രമല്ല ജെഇഇ മെയിനിൽ മുന്നിലെത്തുന്നവരെയും കേരളത്തിലുള്ള സ്ഥാപനങ്ങൾ NIT, IITകൾ പരിഗണിക്കുന്നുണ്ട് എന്ന് നേരത്തെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു. ഇനി ജെഇഇ രണ്ടാം സെഷന് വേണ്ടി അപേക്ഷിക്കേണ്ടത്, ഒന്നാം സെഷനിൽ അപേക്ഷിച്ചവരുണ്ടാവും, അവർക്കും എക്സാം അറ്റൻഡ് ചെയ്തവർക്കും അപേക്ഷിച്ച എക്സാം അറ്റൻഡ് ചെയ്യാത്തവർക്കും ഒക്കെ എല്ലാവർക്കും രണ്ടാം സെഷന് കൊടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കാം. ജെഇഇ മെയിൻ ആദ്യ സെഷന് അപേക്ഷിച്ച് വിജയകരമായി പരീക്ഷാ ഫീസ് അടച്ചവർ രണ്ടാം സെഷന് അപേക്ഷിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം, അവർ ആദ്യ സെഷനിലെ അപേക്ഷാ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് രണ്ടാം സെഷന് അപേക്ഷിക്കേണ്ടതാണ്. കോഴ്സ് പേപ്പർ, പരീക്ഷാ മീഡിയം, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, സെഷൻ 2-നുള്ള പരീക്ഷാ സിറ്റി, അതൊക്കെ ലഭ്യതയ്ക്ക് വിധേയമായിട്ടാണ്. വിദ്യാഭ്യാസ യോഗ്യതയുടെ വിശദാംശങ്ങൾ, 10-12 ക്ലാസ്സുകളിലേതാണ് വേണ്ടത് എന്നിവ തിരഞ്ഞെടുക്കുകയും ബാധകമായ പരീക്ഷാ ഫീസ് അടയ്ക്കുകയും ചെയ്യണം. ആദ്യ സെഷന് രജിസ്റ്റർ ചെയ്യാത്തവർ, സെഷൻ 1-ന് ഫീസ് വിജയകരമായി അടക്കാത്തവർ എന്നിവർ ആദ്യ സെഷന് ബാധകമായ നടപടിക്രമങ്ങൾ പാലിച്ച് രജിസ്റ്റർ ചെയ്ത് ഫീസ് അടച്ച് രണ്ടാം സെഷന് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കേണ്ടതാണ്. അതായത് ആദ്യ സെഷന് അപേക്ഷിക്കാത്തവരും ഇനി അപേക്ഷിക്കാൻ ശ്രമിച്ച് ഫീസൊന്നും അടക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് വേണം, ഒന്നാം സെഷൻ പോലെ തന്നെ ചെയ്തു വരണം. ആദ്യ സെഷൻ അപേക്ഷാവേളയിൽ രണ്ടാം സെഷനിലേക്കും അപേക്ഷ നൽകുകയും ബാധകമായ ഫീസ് വിജയകരമായി അടയ്ക്കുകയും ചെയ്തവർ അപേക്ഷയിലെ ചില ഫീൽഡുകൾ ഇപ്പോൾ എഡിറ്റ് അല്ലെങ്കിൽ ഭേദഗതി, എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാറ്റം വരുത്താം, ഭേദഗതി ചെയ്യാവുന്നതാണ്. കോഴ്സ് പേപ്പർ, പരീക്ഷാ മീഡിയം, കോഴ്സ് അല്ലെങ്കിൽ പേപ്പർ, പരീക്ഷാ മീഡിയം, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി,
ഇനി സെഷൻ 2-നുള്ള പരീക്ഷാ സിറ്റി അത് 1-നുള്ളത് തന്നെ ആവണമെന്നില്ല. വിദ്യാഭ്യാസ യോഗ്യതയുടെ വിശദാംശങ്ങൾ 10-12 ക്ലാസ്സുകളിലേതാണ്. ഫീസ് അടയ്ക്കാൻ അതായത് ബാധകമെങ്കിൽ 1-ാം സെഷനിൽ തന്നെ 2-ാം സെഷൻ്റെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടയ്ക്കേണ്ട കാര്യമില്ല. അധിക ഫീസ് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണിക്കും, അപ്പോഴത് അടയ്ക്കേണ്ടതാണ്. അതൊക്കെ അടച്ച ശേഷം മാത്രമേ ഫീൽഡുകളിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അതായത് ആദ്യ സെഷൻ അപേക്ഷിക്കുമ്പോൾ തന്നെ 2-ാം സെഷനും കൂടി അപേക്ഷിച്ചവരാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും എഡിറ്റിങ്ങിന് നിങ്ങൾക്ക് അവസരമുണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അധിക ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പേ ചെയ്തതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അപേക്ഷാർത്ഥി ഒരു കാരണവശാലും 1-ൽ കൂടുതൽ അപേക്ഷ നൽകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ അത് അൺഫെയർ ആണ്, അതായത് അൺഫെയർ മീൻസ് ആയി കണക്കാക്കപ്പെടുകയും അതിന് നടപടി എടുക്കുന്നതുമാണ് എന്ന്. അതായത് ഒരു കാരണവശാലും നമ്മൾ 2 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്നത് ചെയ്യൂല. 2 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ഒരു ആപ്ലിക്കേഷനും അതിലൂടെ ഒരു ഫീസും ഒക്കെ ചെയ്തു വരാറുള്ളൂ സാധാരണ, എങ്കിലും ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1-ൽ കൂടുതൽ അപേക്ഷ സമർപ്പിക്കുന്ന പക്ഷം അത് അൺഫെയർ മീൻസ് ആയിട്ട് പരിഗണിക്കപ്പെടും എന്നാണ്, അതിന് നടപടിയും എടുക്കുമെന്നാണ് പറയുന്നത്. 2-ാം സെഷൻ അറിയിപ്പ് jemain.nta.ac.in ലഭ്യമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ 1-ാം സെഷൻ അറ്റൻഡ് ചെയ്തവർക്കും വേണമെങ്കിൽ 2-ാം സെഷൻ അറ്റൻഡ് ചെയ്യാം. 1-ാം സെഷൻ ചെയ്യാത്തവർക്കും അപേക്ഷിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാത്തവർക്കും അപേക്ഷിക്കാത്തവർക്കും എല്ലാവർക്കും താല്പര്യമുള്ളവർക്കെല്ലാം 2-ാം സെഷന് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഫീസൊക്കെ അടച്ചവരാണെങ്കിൽ എഡിറ്റിംഗ് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അധിക ഫീസ് എന്തെങ്കിലും അടക്കണമെന്ന് നമ്മൾ കയറി നോക്കണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണ്, നിങ്ങളുടെ പാസ്വേഡും രജിസ്റ്റർ നമ്പറും ഒക്കെ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് നമ്മൾ കയറേണ്ടത്. അറിയിപ്പുകൾ വരും. നമുക്കറിയാവുന്നതാണ് ഏപ്രിൽ സെഷൻ എക്സാം നടക്കുന്നത് ഏപ്രിൽ 4-നും 15-നും ഇടയിലാണ് പരീക്ഷ നടക്കുന്നത്. അതായത് മാർച്ചിൽ നമ്മുടെ ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ഓർക്കുക, NIT IITകളിലും അതുപോലെ കേന്ദ്ര സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ നേരിട്ട് ഡയറക്റ്റ് ജോലി കിട്ടാനൊക്കെയുള്ള സാധ്യത, ഉയർന്ന ശമ്പളത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനുള്ള സാധ്യത, ക്യാമ്പസ് സെലക്ഷനൊക്കെയുള്ള സാധ്യത വളരെ വളരെ ഉയർന്നതാണ്. തീർച്ചയായും താല്പര്യമുള്ളവർ ശ്രമിക്കുക.